സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തം നക്ഷത്ര ജാതകരുടെ ശനിമാറ്റം 2025 മാർച്ച് വരെയുള്ള അവരുടെ നന്മയും തിന്മയും ഉൾപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവർക്ക് ശനി ഇപ്പോൾ 6ാമിടത്ത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശനി സ്വക്ഷേത്രത്തിലും 6ാമിടത്തും നിൽക്കുമ്പോൾ ഐശ്വര്യങ്ങളെ കൊടുക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സർവേശ്വരകാരകനായ വേലൻ 9ലും നിൽക്കുന്നു. കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ മുടങ്ങിയ പല കാര്യങ്ങളും വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. കാരണം ഭൂമി തർക്കങ്ങൾ, പഴയ ഭൂമി കിട്ടാനുള്ള യോഗം, അതുപോലെ കുടുംബ സ്വത്തുക്കൾ കിട്ടുവാനുള്ള യോഗം, പിന്നെ ലൈസൻസുകൾ, അതുപോലെ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ മുടങ്ങിക്കിടന്ന പലതും ഇവർക്ക് ഈ അവസരങ്ങളിൽ ലഭിക്കുവാൻ അവസരം ആകുന്നു, അതിനുള്ള സമയവും ആകുന്നു. പൊതുവെ ഇവർക്ക് ഗുരുവിന്റെ അനുകൂല സ്ഥാനം ഉള്ളത് കൊണ്ട് ഗുരുസ്ഥാനം കൂടെ വഹിക്കാനുള്ള യോഗം, അതായത് ഇതുവരെ മുടങ്ങി നിന്നിരുന്ന തൊഴിലുകൾ വളരെ ലഭിക്കുകയും ചില സ്ഥാപനങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥിതിയുടെ അവസ്ഥ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോശമായിരുന്നു. അവ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള ഭാഗ്യം, കാർഷികപരമായ നേട്ടങ്ങൾ, കലാകാരന്മാർക്ക് അനുകൂല സമയം, കുടുംബത്തിൽ പൊതുവെ മനസമാധാനം, സന്തോഷം, സന്താനങ്ങൾക്ക് ഐശ്വര്യം എന്നിവയും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് ഐശ്വര്യവും, അതുപോലെ തന്നെ കലയിൽ അവർക്ക് വാസന ഉള്ളവർക്ക് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ കന്നിരാശിയിൽപ്പെട്ട അത്തം നക്ഷത്ര ജാതകർ സാത്വിക ഭാവം ഉള്ള നക്ഷത്രമാണ്. ഇവർക്ക് പൊതുവെ വിദേശ സ്വദേശവാസം അനുഭവിക്കാനുള്ള യോഗഭാഗ്യങ്ങളും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ, അതായത് 8, 10, 12 ഈ കാലങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് പഠനത്തിന് കുറച്ചുകൂടെ സൗകര്യങ്ങൾ നൽകി കഴിഞ്ഞാൽ അവർ നല്ല പഠിക്കുകയും അവരുടെ ബുദ്ധി വികസനം നടത്തുന്നതിനും ഏറ്റവും ഉത്തമമായ കാലഘട്ടമാകുന്നു. അതുപോലെ തന്നെ അതിന് മുകളിലുള്ളവർക്ക് പഠിക്കുകയും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഇടപെടാൻ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ ലഭിക്കാനുള്ള യോഗം, അതുപോലെ പല ലൈസൻസുകളോ അല്ലെങ്കിൽ രേഖകളോ നഷ്ടപ്പെട്ടു പോയതോ മുടങ്ങിയതോ അവ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം, ഈ രോഗ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗത്തിൽ നിന്ന് വളരെ മുക്തി എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവമാകുന്നു. അതായത് ഇവർ സാത്വിക നക്ഷത്രവും ത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇവർക്ക് ഭക്തിയും ബുദ്ധിയും ശക്തിയും ഇവർക്ക് എപ്പോഴും അലങ്കരിക്കും. അത്തം നക്ഷത്ര ജാതകർക്ക് ഏത് കാര്യം തുടങ്ങി വയ്ക്കുന്നതിനും വളരെ ഉത്തമമാണ്. അതായത് കൃഷി തുടങ്ങുവാനും, കൃഷി കർമാദികൾ നടത്തുവാനും, ഗ്രഹം തുടങ്ങുവാനും, അതുപോലെ തന്നെ വാഹനമെടുക്കുവാനും, പിന്നെ വിവാഹാദി പുണ്യ മുഹൂർത്തങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും എല്ലാം അത്തം നക്ഷത്രം നന്നായിരിക്കും. അത് ശോഭനമുള്ള ഒരു നക്ഷത്രം കൂടി ആകുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറൂണിനും, അതുപോലെ കാഴ്ച, കൈനീട്ടം, ഇതെല്ലാം ഇവരിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് അനുകൂലമായ അവസ്ഥകളെ ഉണ്ടാക്കും. പൊതുവെ ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലാണ്. 10 കൊല്ലം ചന്ദ്രദശ, ഏതാണ്ട് നമുക്ക് പാതിയെടുക്കാം. ആദ്യത്തെ 5-6 കൊല്ലം ചന്ദ്രദശ ലഭിക്കും. അവസാനം ജനിക്കുന്നവർക്ക് 2 കൊല്ലമോ 1 കൊല്ലമോ 3 കൊല്ലമോ ആയിപ്പോകും. പൊതുവെ ഏത് സമയത്ത് ജനിച്ചിരുന്നാലും ഈ നക്ഷത്രക്കാരുടെ കൂറ് കന്നി കൂറ് തന്നെയാണ്. അതുകൊണ്ട് ഏതാണ്ട് 5 കൊല്ലം ചന്ദ്രദശ എടുക്കാം. ആ സമയത്ത് അല്പ ബാലപീഠ
അവർക്കുണ്ടാകും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം. ഈ സമയത്ത് ഏതാണ്ട് 12-13 വയസ്സാവും. ഈ സമയത്ത് കുടുംബക്കാർക്ക് ഗ്രഹം വയ്ക്കുവാനും പിതാവിനും മാതാവിനും, ഇത് കുഞ്ഞുങ്ങളെ കാര്യമാണ്, പിതാവിനും മാതാവിനും ഭാഗ്യ ഐശ്വര്യങ്ങളും അവർക്ക് സാമ്പത്തികമായും മാനസികമായും നേട്ടങ്ങളും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ, അങ്ങനെയുള്ള അവസ്ഥ. അല്ലാതെ സാധാരണ യുക്തിക്കനുസൃതമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടേതായ രീതിക്കുള്ള ഭാഗ്യങ്ങളും ഭൂമി നേട്ടങ്ങളും എല്ലാം വന്നു ചേരും. അത് കഴിഞ്ഞാൽ രാഹുർ ദശ. ഈ രാഹുർ ദശാകാലത്ത് ഏതാണ്ട് 18 കൊല്ലം രാഹുർ ദശ. ഒരു 30-32 വരെ നമുക്ക് രാഹുർ ദശ സങ്കല്പിക്കാം. ഈ രാഹുർ ദശയിൽ സ്ത്രീകൾക്ക് 16, 18, 19, 22, 23 ഈ കാലങ്ങളിൽ പഠനവും 23, 24 ഉദ്യോഗവും തുടർ വിവാഹവും സാധാരണ ലഭിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ 24 ശേഷം ഒരു സാമാന്യ നല്ല ഉദ്യോഗവും, 22 ശേഷം ഒരുവിധം സാമ്പത്തിക നേട്ടങ്ങളും സ്വന്തമായ അധ്വാനങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തിയോ അവരെ പഠനവും, ചിലർക്ക് പഠനവും തൊഴിലിന് വേണ്ടിയുള്ള ശ്രമവും ഒത്തുകൊണ്ടുപോകാൻ സാധിക്കും. പൊതുവെ ഇവർക്ക് 23.5, 25, 26 ഈ കാലഘട്ടങ്ങളിൽ സർക്കാർ സംബന്ധിയായ തൊഴിലോ, പൊതുമേഖലാ സംബന്ധമായ തൊഴിലോ, IT സംബന്ധമായ തൊഴിലോ ലഭിക്കും. ഒപ്പം ചിലർ വിദേശ യോഗത്ത് പോകുവാനും താല്പര്യപ്പെടുന്നവർ അതിൻ്റെ സാധ്യത കണക്കെടുത്ത് പോകുന്നതും നന്നായിരിക്കും. 26, 27 ഇവർക്ക് വിവാഹത്തിനും ശേഷം സന്താനാദി ഐശ്വര്യങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ഐശ്വര്യമാകുന്നു. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വേഴദശ. ഈ വേഴദശാകാലം പൊതുവെ ഇവർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ, വാഹനം, സുഖ സൗകര്യങ്ങൾ, പിതാവിനും മാതാവിനും ഭാഗ്യ ഐശ്വര്യങ്ങൾ, ഇവരെ കൊണ്ട് അവർക്ക് നേട്ടങ്ങൾ, സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് നേട്ടവും, മുതിർന്നവർക്ക് പുത്രപൗത്രാദി സൗഖ്യവും എല്ലാം ലഭിക്കും. പൊതുവെ അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശയാണ്. ശനി 19 കൊല്ലം. ശനിദശ കന്നിക്കൂറുകാർക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല. ആ കാലഘട്ടത്തിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ബുധദശ 17 കൊല്ലം. ബുധദശയും ഇവർക്ക് ഏതാണ്ട് സുഖസൗകര്യങ്ങളെ ഉണ്ടാക്കും. പിന്നെ കേതു 7 കൊല്ലം. ഇങ്ങനെ പൊതുവെ നോക്കുമ്പോൾ ഇപ്പോൾ 2025 മാർച്ച് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ്. ശനിയുടെ മാറ്റം, ശനി ഇവർക്ക് 6 നിൽക്കുന്നു. ശനി ഇനി മെല്ലെ മെല്ലെ നീങ്ങി 7 പോകുന്നു. അതുപോലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാകുന്നു. ആർക്കായാലും ഏത് മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കാലഘട്ടം, ഈ ഒരു വർഷം ഇവരെ നല്ല കാര്യങ്ങളിലേക്ക് നയിക്കാനുള്ള ഭാഗ്യങ്ങളെ ഉണ്ടാക്കും. ഇവർക്ക് നല്ല ഉദ്യോഗവും അതുപോലെ തൊഴിലിൽ ലാഭവും, കൃഷി സംബന്ധമായി സ്നേഹവും അതിൽ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയം ഇനി വന്നു ചേരുവാൻ പോകുകയാണ്. പൊതുവെ തൊഴിൽ മേഖല, സാഹിത്യരംഗം, കായികരംഗം, കല എന്നിവയിൽ ബന്ധപ്പെടുന്നവർക്ക് അനുകൂല കാലഘട്ടവുമാകുന്നു. മുട്ടുവേദന, കാലുവേദന എന്നിവ പ്രായമായവർക്ക് ഉണ്ടാകും. അതിന് ചെറിയ ചെറിയ ചികിത്സകളും അത്യാവശ്യമായി വരുന്നുണ്ട്. പൊതുവെ ഇവർക്ക് ചന്ദ്രദശയിൽ ദേവിപ്രീതിയും, ചൊവ്വാദശയിൽ മൃഗപ്രീതിയും, രാഹുദശയിൽ സർപ്പപ്രീതിയും, വേഴദശയിൽ കൃഷ്ണന്റെയും വിഷുവിന്റെ പ്രീതിയും, ശനിദശയിൽ ശാസ്താപ്രീതിയും, ബുധദശയിൽ ഹനുമാപ്രീതിയും, കേതുദശയിൽ സർപ്പപ്രീതി, ദേവിപ്രീതി എന്നിവ വരുത്തിക്കൊള്ളുക.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തൽക്കാലം നിർത്തുന്നു എന്ന് മലയങ്കിരി പുരുഷോത്തമൻ.